വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ ഒഴിവാക്കിയേക്കുമെന്ന അഭ്യൂഹങ്ങൾക്ക് പുകഴ്ത്തലുമായി പ്രധാനമന്ത്രി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്ന് മോദി കുറിച്ചു. പി ബസന്താണ് വിവരങ്ങളുമായുള്ളത്. ബസന്ത്, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി പ്രതിപക്ഷം മാത്രമല്ല യുവജനങ്ങളുടെ പുതിയ കൂട്ടായ്മയായ CJP ഉന്നയിക്കുന്നുണ്ട്. അവർ അത് ഒരു പൊതുപ്രക്ഷോഭമായി ഉയർത്തിക്കൊണ്ടുവരികയാണ്. അങ്ങനെ നീറ്റ് പരീക്ഷ മുതൽ വിവിധ ബോർഡ് എക്സാമിനേഷൻസ് വരെ മുൾമുനയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയെ നരേന്ദ്രമോദി പുകഴ്ത്തുന്നതിൽ കൗതുകമുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് മന്ത്രിയെ പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞത് പ്രധാനമന്ത്രി? അഭിലാഷ്, ഇന്ന് ചില സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള പ്രചരണമാണ് ധർമ്മേന്ദ്ര പ്രധാന മാറ്റം എന്നൊക്കെ ഉള്ളത്. അടുത്ത ആഴ്ച 2 ആഴ്ചക്കപ്പുറം ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ധർമ്മേന്ദ്ര പ്രധാന നീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാറ്റുമെന്നുള്ള പ്രചരണങ്ങൾക്കിടെയാണ് ഇന്നിപ്പോൾ മോദി വ്യക്തിയിലൂടെ ധർമ്മേന്ദ്ര പ്രധാനെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അതായത് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാൻ പ്രശംസനീയമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നു എന്ന് തന്നെയാണ് മോദിയുടെ വിലയിരുത്തൽ. അതായത് എന്നുള്ള നിലയിൽ അദ്ദേഹം വീഴ്ചകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള പരോക്ഷമായ ഒരു സൂചന കൂടിയാണ്. കഴിഞ്ഞ ദിവസം കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലും നീറ്റിന്റെ പരീക്ഷ നടത്തിയതിൽ വലിയ മെച്ചപ്പെട്ട നേട്ടമാണ് എന്നുള്ള തരത്തിൽ മോദി സംസാരിച്ചിരുന്നു. അതായത് കൂട്ടായ പ്രവർത്തനം അത് വിജയത്തിലേക്ക് എത്തിച്ചു എന്നുള്ളതല്ലാതെ ആദ്യത്തത് എന്തുകൊണ്ട് നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ്, അതായത് മാറ്റിയേക്കും എന്നുള്ള അഭ്യൂഹങ്ങൾക്കിടെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള മോദിയുടെ പോസ്റ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ ധർമ്മേന്ദ്ര പ്രധാനിൽ നരേന്ദ്രമോദിയുടെ വിശ്വാസത്തിന് വലിയ കോട്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് തന്നെ നമുക്കിതിൽ നിന്നും വിലയിരുത്താം. തീർച്ചയായും. പി ബസന്താണ് വിശദാംശങ്ങൾ നൽകിയത്.